ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാം ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 and 2 പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് എക്സാമും രണ്ട് ഡിഫറെൻറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. മെയിൻസിന് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ, എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ട് സ്റ്റേജസിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1 നമുക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഒരുപാട് ലെങ്തി സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചെത്തിക്കാൻ തന്നെ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു 60 ക്വസ്റ്റ്യൻ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക എന്നത് പോലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 95 ക്വസ്റ്റ്യൻസ് ആണ് കറൻ്റ്ലി ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഡിഗ്രി പ്രിലിം സ്റ്റേജ് 2 നോക്കുകയാണെങ്കിൽ 1മായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആണ്. പക്ഷേ ഒരിക്കലും നമുക്കതൊരു ഈസി എക്സാം ആണെന്ന് പറയാൻ കഴിയില്ല. മാത്സ് വളരെ ട്രിക്കി ആയിരുന്നു. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ ആദ്യം ഒരാൾ മാത്സ് ആണ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അയാളുടെ കുറേ സമയം അവിടെ പോകും. അയാൾക്ക് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ ഉള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടാവില്ല. സോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. മാത്സ് വളരെ ട്രിക്കി ആയിരുന്നു. അത് സ്റ്റേജ് 2 എഴുതിയിട്ടുള്ളവരുടെ കുറേ സമയം കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മലയാളം നോക്കുകയാണെങ്കിലും സ്റ്റേജ് 2 സാധാരണ പ്രിലിംസിൽ കണ്ടുവരുന്ന മലയാളത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫായിരുന്നു. ഒരു ആവറേജ് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് ഒരു 5 to 6 ഒക്കെ മലയാളം പാർട്ടിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇനി GK ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡിഗ്രി പ്രിലിം സ്റ്റേജ് 2 ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആണെന്ന് പറയാം. എന്നാലും സ്റ്റേജ് 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ബെറ്റർ ആണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് ഈസി ആണെന്ന് പറയാൻ കഴിയില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്ടർ എക്സാം എഴുതിയ ആളുകളുടെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ സ്റ്റേജ് 1 ആണെങ്കിൽ എഴുതിയിട്ടുള്ളത് 61% ആളുകളും സ്റ്റേജ് 2 ആണെങ്കിൽ 62.32% ആളുകളുമാണ്. അതായത് ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ എക്സാം എഴുതാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കട്ട് ഓഫ് വളരെ ഒരു ഹൈ ലെവലിലേക്ക് പോവില്ല എന്നുള്ളതിന് നമുക്കൊരു ഹോപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റേജ് 1ൽ പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടുള്ള ആ ഒരു ആവറേജ് ലെവൽ സ്റ്റുഡൻറ്റിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് ഒരു 40 എബവ് ആണ്. അത്രയും ലെങ്തി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു 40 എബവ് മാർക്കാണ് സ്റ്റേജ് 1ൽ പ്രിപ്പയർഡ് ആയി പോയ ഒരാൾക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. സ്റ്റേജ് 2ൽ ഒരു ആവറേജ് ആസ്പിരൻറ്റിന് ഒരു 50 റേഞ്ചിൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനു മുൻപും ഇതുപോലെ ഡിഫറെൻറ്റ് ലെവലിലെ എക്സാംസ് നടന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ ടഫസ്റ്റ് ഫേസിന് നോർമലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ LSGSൻ്റെ പ്രിലിംസിലാണെങ്കിലും ചില ഫേസുകൾക്ക് നോർമലൈസേഷൻ വന്ന് മാർക്ക് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജ് 1 എഴുതിയവർ നോർമലൈസേഷൻ കിട്ടുമെന്ന് കരുതി തന്നെ പഠിച്ചു തുടങ്ങുക. ഒരിക്കലും പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കരുത്. ഓൾറെഡി മെയിൻസിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങുക. സ്റ്റേജ് 1ൽ ഒരു 40+ ഉള്ളവരും സ്റ്റേജ് 2ൽ ഒരു 50+ മാർക്കുള്ളവരും എന്തായാലും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ടാണ് പ്രിലിംസ് ക്വാളിഫൈ ആകുമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1 പഠിച്ചു തുടങ്ങാവുന്നതാണ്. അതേപോലെ പേപ്പർ 2ൽ മൊഡ്യൂൾ 3 and 4 അത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഇനി വരുന്ന മറ്റ് എക്സാമുകൾക്ക് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. സോ എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. SI പോലുള്ള പോസ്റ്റുകൾക്ക് ഇതിലും കട്ട് ഓഫ് എന്തായാലും കുറവായിരിക്കും. ഒരു സ്റ്റേജ് 1ൽ ഒരു 35+ ഉള്ളവരും സ്റ്റേജ് 2ൽ ഒരു 45+ ഉള്ളവരും പഠിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കാതെ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.